മോള് എപ്പോഴും വഴക്കെടുത്തത്? അമ്മൂമ്മയോ? പിന്നെ അയ്യോ കറക്റ്റ്. ഹലോ, എന്താ? എപ്പോഴാ ഞങ്ങൾ വഴക്കിട്ടത്? ഇപ്പൊ നടന്നതെന്താ? ഞങ്ങൾ യോഗ ചെയ്യുമായിരുന്നു. യോഗായ? Yes, We are always friends. കുഴപ്പമില്ല. കേവര എവിടെയാ? കേവര എവിടെയാ? ഇതാരെന്നെ ഇടിച്ചത്? എരുമ പോലെ ഇടിയും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകണം. ഓരമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇവന് മനസ്സിലായേ? അയ്യോ, അവന്റെ നോട്ടിന് ശരിയല്ല. കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ ആവോ? അയ്യോ, രക്ഷപ്പെട്ടു. പുറമ്പോക്ക് എന്ന് വെച്ചാ പുറം എന്ന് പറഞ്ഞാൽ ബാക്ക്, പോക്ക എന്ന് വെച്ചാൽ ലൂസ് മോഷൻ. യു ഹിറ്റ് മീ, അർജന്റ് ലൂസ് മോഷൻ. ചേട്ടാ, അങ്ങ് എവിടുന്നാ? What this nonsense? ചേട്ടാ, മലയാള പണ്ഡിത, കൽക്കട്ടയിൽ മലയാളികളെ കാണുന്നതേ ചുരുക്കം. അതും താങ്കളെ പോലൊരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം. പുറമ്പോക്കെന്ന വാക്കിന് എത്ര വലിയ അർത്ഥം, എത്ര വ്യക്തതയോടെ. അയ്യോ, ഇത്ര വേഗം മനസ്സിലാക്കിയോ? അല്ല, നിങ്ങളും മലയാളിയാ? പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത്? അതല്ല, ഞാൻ നിങ്ങളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു പേടിച്ചു. ഇവിടെ ഉണ്ട്. മലയാളിയാണെന്ന് മനസ്സിലായി. ശരി, നിങ്ങളെന്താ ഇവിടെ? അതൊന്നും പറയണ്ട. എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവൻ ഞാൻ വന്നളിയാ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ ഹൗരാന്നോ ഏതാണോ പറഞ്ഞു. ഹൗറ ബ്രിഡ്ജോ? ഹൗറ. അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു. അത് എവിടെയത്? എന്താ കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ, നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അത് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ, അത് ശരിയാണല്ലോ. ഇനി പളീനെ നോക്കാം, അതാ നല്ലത്. അളിയാ, നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ, ചായ കുടിക്കാൻ പോവാ. ദോ ചായ ദേ. അതെ, ഏയ് കാശ് ഞാൻ കൊടുക്കാം. മസാലപ്പാൽ ഓർഡർ ചെയ്തു. ഓ, അത് ശരി. ദോ ജിഗ്രിതെന്താ ദൂത്. ദൂത് എന്നാ പാല്, ജിഗ്രിതെന്താ ദൂത് എന്ന് പറഞ്ഞാൽ മസാല പാലെന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. അതല്ലേ പറയാൻ പറ്റൂ. ഓ, ഇതാണോ അത്? ഇതെന്താ ഒറ്റ വലി കുടിച്ചാ? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച വടിക്കട്ടോ. ശരി, എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാം. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ടൻ. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനര കുട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അതെനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്ന എന്റെ പേര്. ഓഹോ, കൽക്കട്ടയില് ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. ദൂത്, ജിഗിരി. നല്ലവണ്ണം കുടിച്ചല്ലേ? ഈ ജിഗിരി എന്താ സൂപ്പർ. അതെയോ? ഒഴുകി പോകുമ്പോൾ അങ്ങനെയാ? ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. ടാറ്റാ. ഇതെന്താ ഒരു ടാറ്റ കാണിക്കുന്നത്? ക്രിക്കറ്റ് മാച്ച് നടക്കും ചേട്ടാ. അളിയും വന്നില്ലേ? ഇപ്പൊ വരും. വരണം. വരുന്നേ. വരണം. എനിക്കെന്തോ കപ്പലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? അതെ. കുടിച്ചത് കൂടിപ്പോയി. എന്നാ എനിക്കിത് വേണ്ട. എന്താ ഉടഞ്ഞ ശബ്ദം കേട്ട? അപ്പൊ തറയല്ല വീണ്. അല്ല, എനിക്ക് മാത്രം ഇവിടെ എന്താ കറങ്ങുന്ന പോലെ തോന്നുന്നേ. മനസ്സിൽ വിഷമമുണ്ടായി. അങ്ങനെ അത് ഉടനെ ആരോടെങ്കിലും പറയണം. എന്നാ ഞാൻ പറഞ്ഞേക്കാം. എന്നാ വാ. ഞാന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര കഷ്ടപ്പാടാ. ആ വീട്ടില് കുട്ടി മുതൽ കിളവ് വരെ എന്നെ പെടാപ്പാട് പെടുത്തും. ഒരു മനുഷ്യൻ രാവിലെ എത്ര മണിക്ക് ശാപ്പാട് കഴിക്കും? ഞാൻ 8 മണിക്ക് കഴിക്കും. ഞാൻ 12:30 കഴിക്കുന്ന അറിയാവോ? അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം 4:30. രാത്രി വെളുപ്പിനെയല്ലേ? അപ്പൊ ഉറക്കം? അതാ ഇപ്പൊ നന്നായ. മറ്റുള്ളവരുടെ കുറുക്കവും കോഴിയുടെ കൂലും ഒരേ കോറസ് പോലെയല്ലേ കേൾക്കുന്നത്. പിന്നെ എങ്ങനെയാ ഉറങ്ങുന്നത്? അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും തല ചുറ്റുന്നത്. ഇപ്പോഴും നോക്ക്, നമ്മള് രണ്ടാളും തറയല്ല നിൽക്കുന്നത്. പക്ഷെ ഇത്ര നേരം പടി കയറി പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അയ്യോ, കാലൊക്കെ വീങ്ങിയിരിക്കുന്നല്ലോ. ഇത്ര മാത്രം നിങ്ങളെ കഷ്ടപ്പെടുന്ന ആരാ? ജഡ്ജി തന്നെ.
നാട്ടിലായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളിനെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുക. എനിക്ക് വരുന്ന ദേഷ്യത്തിനെല്ലാം കൊല്ലി ഞാൻ. ആ ജഡ്ജിനെ തന്നെ മെനഞ്ഞാന്ന് പോലും ഏതോ ഒരു അയാളെ ഉന്നം തെറ്റി വെടിവെച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. എന്താന്നറിയോ, എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലൊന്ന് എഴുതിയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയാമോ? വേറൊരുകാരനാക്കി തോക്കെടുത്ത് വെടിവെക്കാൻ അറിയായിരിക്കും. തോക്ക് കിട്ടിയില്ലെങ്കിലാ? കത്തിയെടുത്ത് കുത്തി മത്സകളെ കത്തിയും കിട്ടിയില്ലെങ്കിലാ? ഒരാളിലേക്ക് കടിച്ച് കൊന്നുകളെ. അത് മതി അത് മതി, വാ. എനിക്ക് കൈ ഇറങ്ങിയിട്ടില്ല. എന്തായത് ഇനിയും കൊന്നിട്ടില്ല, അതിനുമ്പ് കൂട്ടി കയറ്റിയോ? യുവർ ഓണർ ബാനർ കേട്ടാ, വാ വാ. വിടുബ്രേ, അല്ല അളിയൻ വരുമോ? വരും, പക്ഷേ വരില്ല. എന്തായാലും സിനിമ കൊട്ട ഇപ്പോഴല്ലേ കഷ്ടപ്പെട്ട് ക്യൂന്ന് ടിക്കറ്റ് വാങ്ങിയത്, അതിനുമ്പേ മറന്നുപോയാ? അതല്ലേ. ഇല്ല, അതെ. അല്ല, നല്ല ആൾക്കൂട്ടം. വെളിയില് ഹൗസ് ഹോൾഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ, ആക്ഷൻ ഫിലിമാണോ കോമഡി ഫിലിമാണോ? കില്ലർ ഫിലിം. ഓ, ഇതെന്താ കില്ലർ ഫിലിം എന്ന് പറഞ്ഞിട്ട് കിങ് കോങ്ങിനെയാ കാണിക്കുന്നത്? നീയാടാ കുരങ്ങ്. എന്താ അവിടെ പറഞ്ഞല്ല ഇവിടെ ടി വി വരുന്നത്? ലൈവ് റിലേ കുറച്ച് ഡിലേ. എനിക്ക് കൊല്ലി ഞാൻ. അയ്യോ, വളരെ ക്രൂരമായിട്ട് സംസാരിച്ചല്ലോ. അതെ, ഒരു തമാശ പറഞ്ഞത് സിനിമയാക്കി 100 ദിവസം ഓടിക്കാനാ. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ലല്ലോ. നിങ്ങളെ മാത്രം സൂം ചെയ്ത് സൂം കറക്റ്റ് ആണല്ലോ. അവിടെ എന്താ നരസിംഹമാണ് ഓടുന്നത്? വിസിലടിച്ച് കൈകൊട്ടാൻ വേണ്ടി. ഇതെന്താ എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്? റീ റെക്കോർഡിംഗും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴാ ചെയ്തേ? ഷൂട്ട് ചെയ്തപ്പോഴേ ചെയ്തു. എന്തിനാ ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്തത്? കൊല്ലാൻ വേണ്ടി. കൊല്ലാൻ വേണ്ടിയോ? ഇതാരാ, എഡിറ്ററാണോ? അല്ല, ഈ എപ്പിസോഡിന്റെ ഡയറക്ടർ. എന്താ ഇത് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്ന കാര്യമാ പറയുന്നേ? ആരെയാ ബ്രദറെ കൊല്ലാൻ പോകുന്നേ? ജഡ്ജിനെ. ഏത് ജഡ്ജിനെ? നീ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ, ആ ജഡ്ജിനെ. അയാളെ എന്തിനാ നീ കൊല്ലുന്നേ? കോടിക്കണക്കിന് പൈസ വാങ്ങിച്ചു പോയില്ലേ? ഓഹോ, വേറെ? ചാവാൻ പോകുന്ന ജഡ്ജ്, കൊല്ലാൻ പോകുന്ന ഞാൻ, അകത്താവുന്നത് നീ. എന്തിനാ? ജയിലിനകത്ത്. എന്തിനാ? നീയല്ലേ അത് പറഞ്ഞത്? എന്തെന്നാ? കണ്ടതല്ലേ സിനിമ? കണ്ടു. നീ പറഞ്ഞതല്ലേ എന്റെ ഫോൺ ചിപ്പിലുണ്ട്. DVD-ലാക്കി കമ്മീഷണർ ഓഫീസിലെത്തിക്കും, സൂക്ഷിച്ചോ. എടാ ദ്രോഹികളെ, നിങ്ങൾ ചെയ്ത ടോർച്ചറി കിക്ക് തലയ്ക്ക് പിടിച്ച് ബോധമില്ലാതെ കപ്പലിൽ കയറി പോലൊക്കെ. കപ്പലിൽ തന്നെ ആടാ നീ. കപ്പലിലോ? അപ്പൊ കപ്പലിൽ വെച്ചാണോ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്? ഏയ്, നിങ്ങളെ എല്ലാത്തിനെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കോടാ. പോലീസ് പോലീസ് പോലീസ്. അളിയാ, നീ എന്താണ് മാതിരി വാച്ചുമാരെ പോലെ? അളിയാ, എങ്ങനെ ഇരിക്കുന്നല്ലോ നീ? നിന്നെ കണ്ടപ്പോഴായിരിക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. നാട്ടിലെ പെങ്ങൾക്ക് സുഖമല്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, പേഴ്സണൽ മാറ്റർ പ്ലീസ് 2 steps ബാക്ക്. താങ്ക് യു. അളിയാ, നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരില്ലേ, ഇവരെല്ലാം കൊലയാളികളാ. നീ ഒട്ടും പേടിക്കണ്ട, എന്നെ അങ്ങനെ രക്ഷിക്കടാ. എന്താടാ എന്ത് പറഞ്ഞാലും ഊന്ന് പറയുന്നത്? എന്താടാ ഇത് വായിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? പരമദുഷ്ട അളിയനാണോ താൻ? മഹാപാവി, ചോറാണോ അതോ വേറെ വല്ലതാണോ തിന്നുന്നേ? തന്നെയൊക്കെ ഒന്ന് കടലിൽ താക്കണം. അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ, പാപമാണ്. അതെ, എന്റെ മുറപ്പുണ്ടായതുകൊണ്ട് മാത്രമാ തന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചേ. അതിനെന്നെ പൂവിട്ട് പൂജിക്കാൻ വേണ്ടത്. അതിന് വരെ എന്നെ റൗഡികളെ കൊണ്ട് തല്ലിക്കോടാ താൻ. ഞാനോ? സൗറാ പിടിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ് ജിഗിരി തന്ന ദൂത് തന്ന് എന്ന് മാത്രം ചുറ്റിച്ചെന്നറിയാമോ? അയ്യോ, എന്നെ പോലെ തന്നെ ഇന്ന് കരയുന്ന കണ്ടില്ലേ? അതിനാ രക്തമെന്ന് പറയുന്നേ. ആ രക്തം പുറത്തിയാടും. എന്താ നീ ജഡ്ജിയാൽ കൊല്ലുമ്പോ എന്നെ സാക്ഷിയാക്കാൻ പോകുന്നു? അയ്യോ, കള്ളം 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 കള്ളം, വിശ്വസിക്കരുത്, കള്ളം. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നീ അങ്ങോട്ടൊക്കെ എന്താ പറയുന്നത്? ഇവിടെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ സിനിമയായിട്ട് കാണിക്കുവരെ. എന്നെ മര്യാദക്ക് വിട്ടയച്ചോ, ഇല്ലെങ്കിൽ തന്റെ പെങ്ങളെ ഞാൻ ഒരിക്കലും കെട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. നീ ധൈര്യമായിട്ടിരിക്കുക, നിന്നെ ഞാൻ വിട്ടയക്കാം. ഒരു മിനിറ്റ് സാർ, എന്റെ പെങ്ങള് നല്ല സുന്ദരിയാ, ഇത്തിരി കറുത്തിട്ടാന്നേ ഉള്ളൂ. അവൾക്ക് ചേരുന്ന ഒരേ ഒരു ചെറുക്കൻ ഇവനാ. ഇവനും കൂടി ഉപേക്ഷിച്ച പിന്നെ അവളെ കെട്ടാൻ ആര് വരാനാ? അതുകൊണ്ട് ഇവനെ എത്രയും വേഗം വിട്ടയച്ചിട്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിട്ടയച്ചാ. ആരാടാ സംസാരിക്കുമ്പോൾ വെള്ളത്തിൽ കല്ലെറിയുന്നത്? അയ്യോ, ഇതെന്താ അളിയൻ കറിയുന്നല്ലോ? അളിയാ, അയ്യോ, അയ്യോ, അളിയാ.
അയ്യോ അളിയ വെള്ളത്തിൽ വീണ് രക്ഷിക്കണം രക്ഷിക്കണം അളിയ നീന്താ അറിയത്തില്ല അയ്യോ രക്ഷിക്കണം അയ്യോ ഇതെന്താ രക്ഷിക്കാൻ പറഞ്ഞപ്പോ വെടിവെക്കില്ല വേണ്ട 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 അയ്യോ വേണ്ട അത് ചെയ്യല്ലേ എന്റെ അളിയനെ കൊന്നിട്ട് എന്റെ പെങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കല്ലേ സത്യമായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്ത് പറഞ്ഞാലും അനുസരിക്കാം ഞാൻ എന്താ പട്ടിയെ പോലെ മോങ്ങുന്നേ? പിന്നെന്താ കല്യാണത്തിന് പാട്ട് പാടാൻ പോകുമല്ലോ അടിച്ച് പല്ലിയാങ്കളെ പറയേ ഞാനാരാ? കൊലയാളി അത് ജഡ്ജിന്. നിനക്ക്? എന്റെ അളിയൻ. എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. എന്റെ പേരെന്താ? ഇതുവരെ ഹാദവൻ ഇനി മുതൽ മുരുകൻ. കൊള്ളാലോ, 6 ഗ്ലാസ് ബാങ്ക് പാല് കുടിച്ചിട്ട് ഇത്രയും ബോധത്തോടെ സംസാരിക്കും. ബാങ്ക് പാലോ എന്താണെന്നാണല്ലോ പറഞ്ഞത്. ബംഗാളിൽ അതിന്റെ ഒരു ബാങ്ക് പാലെന്ന്. പരമദുഷ്ട എന്നെ പറ്റി പറഞ്ഞതാ. മുരുക. മുരുകനോ? ഏത് മുരുകൻ? നിന്റെ മച്ചാൻ മുരുകനെ ഓർമ്മപ്പെടുത്തിയതാ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാ എന്റെ ഫോൺ ഷിപ്പിലുള്ള നിന്റെ വാക്കും ഷിപ്പിലുള്ള നിന്റെ മച്ചാനും രണ്ടും എന്റെ കസ്റ്റഡിയില. രണ്ടും പുറത്തു വരും. അയ്യ അതൊക്കെ എന്തിനാ? അല്ല എന്താ ഇവൻ ഓടുന്ന പോലീസിനെ കണ്ട് പേടിച്ചിട്ടാ? അപ്പൊ ഒരു പണി കൊടുക്കാം. അയ്യോ വേണ്ട, എന്നെ വിടാൻ പറ. മച്ച എനിക്ക് പേടിയാവുന്നു മച്ച വിട്. പോലീസുകാരെ കണ്ട എനിക്കും എന്റെ വീട്ടുകാർക്ക് പേടിയെന്ന് മച്ചാൻ അറിഞ്ഞൂടെ മച്ച? ഇവരെല്ലാം മച്ചാൻ അറിഞ്ഞൂടെ മച്ച? പറ മച്ച, ഇല്ല ഞാൻ ഇപ്പൊ തിരിച്ചു പോകും മച്ച. ആരാവൻ? മച്ചാന്ന് വിളിക്കുന്നു. മുരുക എന്നെ രക്ഷിക്കണേ. എന്ന് വെച്ചാ സ്വന്തം അളിയൻ. എന്തിനാ ഇവിടെ വന്നത്? അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ വന്നത് ഇവിടെ. സാറിന്റെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിയോ? വാങ്ങിയില്ല. വാങ്ങണം. അവലെ വാങ്ങിയെന്ന്. അല്ലല്ലോ അലാജോ പെർമിഷൻ ഇയാച്ചേ. അവരെന്താ തെലുങ്കില് സംസാരിക്കുന്നത്? തെലുങ്ക? അവര് സംസാരിച്ച ബംഗാളിയാണെന്ന് അറിയത്തില്ലടാ. മലയാളം അല്ലാതെ വേറൊരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അവരോട് നിർത്താൻ പറ, അല്ലെ ഞാൻ ഇപ്പൊ പോവും. സാർ സിംഗ് സാർ, ഏതായാലും ദൈവാദിനെ കൊണ്ട് അവൻ തന്നെ പോകാതെ ഏറ്റു. നിങ്ങൾക്ക് പുണ്യം കിട്ടും അതിന്റെ പേരില്. നോ നോ, ഹീസ് ഓക്കേ. ഹി ഗോട്ട് പെർമിഷൻ. ബ്രിങ് ഹിം. എന്തിനാ എന്റെ കൈരേഖയൊക്കെ എടുക്കുന്നേ? ഇതിലേക്ക് നോക്ക്. ഞാൻ അതെ, ഇതുവഴി പോയി അതുവഴി വാ. മച്ച എനിക്ക് പേടിയാവുന്നു മച്ച, എന്റെ കൂടെ വാ മച്ച. അയ്യോ ഞാൻ പറയേണ്ടത് ഇവൻ പറയുന്നല്ലോ. പോടാ. അയ്യോ ശബ്ദം. ഇപ്പൊ നീ കുടുങ്ങോടാ. അതിലെന്തോ മെറ്റൽ ഡിറ്റക്ട് ചെയ്തല്ലോ. എല്ലാ ബാഗും ചെക്ക് എവരിത്തിങ്. സർ ഒരു മിനിറ്റ് സർ, ഇതെല്ലാം എന്റെ മച്ചാന് കൊടുത്തത് സർ. എനിക്കിത് മാത്രം മതി സർ. എന്റെ വീടിന്റെ ചാവി ഞാൻ ഇപ്പോഴും പോയിക്കോളാം സർ. ഓ ചാവിയോ? അതാണ് ബീപ്പ് സൗണ്ട് കേട്ടത്. ഓക്കെ പ്രോബ്ലം ഇല്ല, നിങ്ങൾ അകത്തേക്ക്